മലപ്പുറം മഹിത പാരമ്പര്യങ്ങളുടെ നാടാണ്. എഴുത്തച്ഛൻ മുതൽ ഇങ്ങനെ തുടങ്ങിയിട്ടുണ്ട് ആ ചരിത്രത്തിന്റെ ഒരു വല്ലാത്ത തുടർച്ച എന്ന് മാത്രമല്ല, ഈ കോഴിക്കോടിനെ വലിയ സാഹിത്യ കല അതിൻ്റെയൊക്കെ നാടാക്കി മാറ്റിയതിന് പിന്നിലെ വലിയൊരു പണിപ്പുര മലപ്പുറം ജില്ലയായിരുന്നു. ആ ശ്രേണിയിൽ പുതിയ പുതിയ തലമുറയിലെ പുതിയ കലാകാരന്മാർ, പ്രതിഭകൾ, അവരിങ്ങനെ തലമുറ കൈമാറി കെടാതെ ഞങ്ങൾ സൂക്ഷിക്കും എന്നൊക്കെ പറയുന്ന പോലെ ഇങ്ങനെ ഏറ്റെടുത്ത് മുന്നോട്ട് പോകുമ്പോഴാണ് അസിൻ വെള്ളില എന്ന് പറയുന്ന പുതിയ കാലഘട്ടത്തിന്റെ ഏറ്റവും മനോഹരമായ പാട്ടുകളിലൂടെ ആ മനോഹാരിതയ്ക്കപ്പുറത്ത് ആ നിഷ്കളങ്ക ഭാവവും ആ ചിരിയൊക്കെ ഉണ്ടല്ലോ, ആ ചിരിയുമൊക്കെ ചേർത്ത് വെച്ച മനോഹരമായ നന്നായി പാടുന്ന അസിനെ ഞാൻ പരിചയപ്പെടുന്നത് റിയാദിൽ വെച്ചാണ്. കാലത്തിന്റെ ഒരു 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 കാവ്യനീതി എന്നൊക്കെ പറയില്ലേ, അങ്ങ് മലപ്പുറം ജില്ലയിൽ നിന്ന് കേരളത്തിൽ നിന്ന് വന്ന് ഞങ്ങൾ റിയാദിലെ ഏറ്റവും മനോഹരമായ ഒരു പാർക്കിന്റെ പശ്ചാത്തലത്തിൽ നിന്നാണ് സംസാരിക്കുന്നത്. അസിൻ, ഞാൻ അസിനോട് ചോദിക്കാൻ വന്നത്, സ്വാഭാവികമായിട്ട് എല്ലാവരും ഈ മലപ്പുറം എന്ന് പറയുമ്പോൾ മലപ്പുറത്തെ ആട്, മലപ്പുറത്തെ പശു, മലപ്പുറത്തെ വീട്, മലപ്പുറത്തെ ജോലി എന്നൊക്കെ പറയുന്ന പോലെ മലപ്പുറത്തെ പെണ്ണ് എന്ന് പറയുന്നത് ഭയങ്കരമായ ഒരു ചർച്ചാ വിഷയമാണെന്നും ഇങ്ങനെ അവരെ കൂട്ടിലടച്ചു, അങ്ങനെ ചെയ്തു, ഇങ്ങനെ ചെയ്തു എന്നൊക്കെ പറഞ്ഞിട്ടൊരു കാര്യം, ഒരു പശ്ചാത്തലം പറയാറുണ്ട്. സംഗീതം മറ്റു പലതുമൊക്കെ വിലക്കിയിരിക്കുന്നു എന്നൊക്കെ പറയുന്ന ഒരു 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 ചർച്ചയൊക്കെ പലപ്പോഴും കേൾക്കാറുണ്ട്. അസിൻ അങ്ങനെ എന്തെങ്കിലും ഈ പറഞ്ഞ സംഗീതത്തിലേക്ക് വരാൻ അല്ലെങ്കിൽ പാട്ടുകാരിയാവുന്നതിന് പ്രത്യേകിച്ച് എന്തെങ്കിലും തടസ്സമുണ്ടായി? അങ്ങനെയെന്ന് പറഞ്ഞാൽ എനിക്കങ്ങനെ വലിയ തടസ്സം ഉണ്ടായിട്ടില്ല. കാരണം എന്റെ പാരന്റ്സും ടീച്ചേഴ്സും ഫ്രണ്ട്സൊക്കെ നന്നായിട്ട് സപ്പോർട്ട് ചെയ്യുന്നതുകൊണ്ട് ഞാൻ ഇവിടെ എത്തിയിട്ടുണ്ട്. പിന്നെ പണ്ട് അങ്ങനത്തെ കുറെ പ്രശ്നങ്ങൾ കേട്ടിട്ടുണ്ട്. ബട്ട് എനിക്ക് അങ്ങനത്തതൊന്നും ഇതുമായിട്ട് ഉണ്ടായിട്ടില്ല. അങ്ങനെ ആരും തടസ്സപ്പെടുത്തിയിട്ടൊന്നുമില്ല. ചെല്ലുന്നിടത്തെല്ലാം നല്ല പ്രോത്സാഹനമാണ്. അതെ അതെ, അങ്ങനെ തടസ്സപ്പെടുത്തിയിട്ടൊന്നുമില്ല. സത്യം പറഞ്ഞാൽ ഇങ്ങനൊരു ഗായികയാവുമെന്നും ഇങ്ങനെ ഈ രാജ്യങ്ങളിലേക്കൊക്കെ വിളിക്കുമെന്നും അവരുടെയൊക്കെ ഒരു ഹീറോയിൻ ആകുമെന്നും ഒരു പ്രതിഭയാകുമെന്നും ഒക്കെ വല്ല സ്വപ്നം കണ്ടിട്ടുണ്ട്? ഞാൻ അങ്ങനെയൊന്നും ഇതായിട്ട് കണ്ടിട്ടില്ല. പണ്ട് ഞാൻ ചെറുപ്പത്തിൽ ഇങ്ങനെ പാടി തുടങ്ങുമ്പോൾ എന്തായാലും ഇവിടെ ഒരു എത്തിച്ചേർന്നതിൽ ഒരുപാട് സന്തോഷമുണ്ട്. പ്രേക്ഷകരുടെ അവരെന്നെ സപ്പോർട്ട് ചെയ്തുകൊണ്ടാണ് ഞാൻ ഇതുവരെ എത്തിയത്. അപ്പൊ എല്ലാവർക്കും ഒരുപാട് നന്ദി പറയാനുണ്ട്. അല്ല, അത് പറയുമ്പോ ഇനി അവര് സപ്പോർട്ട് ചെയ്യണം, ഇനിയും എന്നെ സപ്പോർട്ട് ചെയ്യണം. പിന്നെ ഈ സാധാരണ നമ്മൾ ഈ പറയും ഈ സംഗീതത്തിലേക്ക് അല്ലെങ്കിൽ അത്തരം മേഖലകളിലേക്കൊക്കെ നമ്മൾ ഇറങ്ങുമ്പോൾ ഈ നമ്മുടെ പിന്നെ വസ്ത്രധാരണം, നമ്മുടെ ക്യാരക്ടർ, അങ്ങനെ ഒത്തിരി ചേഞ്ചസ് ഒക്കെ വരും. ഈ അടിപൊളി ജീവിതമൊക്കെ ആയി മാറും എന്നൊക്കെ പറയാറുണ്ട്. ഈ അസിൻ ഈ യാത്രയ്ക്ക് എവിടെയെങ്കിലും ഇടയിൽ അല്ലെങ്കിൽ ഇങ്ങനെ ഈ സഞ്ചരിക്കുന്ന ഇത്രയും കാലത്തിനിടയിൽ കുറച്ചുകൂടെ ഒക്കെ ഒന്ന് അടിപൊളിയാവണം, കുറച്ചുകൂടെ ഒക്കെ ഒന്ന് മാറ്റണം, കോസ്റ്റ്യൂംസും സ്റ്റൈലും ഔട്ട്ഫിറ്റും ഒക്കെ അങ്ങനെ തോന്നിയിട്ടുണ്ട്? എനിക്ക് അങ്ങനെ തോന്നിയിട്ടില്ല. ആദ്യം എന്റെ സ്റ്റൈൽ എന്ന് പറയുന്നത് ഡ്രസ്സിങ് തന്നെയായിരുന്നു, ഒരു ടർബൻ സ്റ്റൈലായിരുന്നു. പിന്നെ എനിക്ക് തോന്നി അത് മാറ്റാം, ഒരു സുഖമില്ല. പിന്നെ ഞാൻ ഇങ്ങനെ ആക്കി. ഇനി ജീവിതകാലം മുഴുവനും ഇതുപോലെ തന്നെ നടക്കണം തന്നെയാണ് എന്റെ ആഗ്രഹം. നമ്മളെ ഈ ഇങ്ങനൊരു മേഖലയിലേക്ക് വന്നൊരു ഗായികയാവാനുള്ള ഒരു പശ്ചാത്തലം എന്താ? വീട്ടില് ഉപ്പ, ഉമ്മ, ഉപ്പ, ഉമ്മ ആരെങ്കിലും ഗായകരായിരുന്നു? ഉമ്മയുടെ ഫാമിലിയിലുള്ളവർ പാടും, പിന്നെ എന്റെ വലിയ സിസ്റ്ററും പാടും. അവരിങ്ങനെ പാടി അവരുടെ കൂടി പാടിയിട്ടാണ് എനിക്ക് ഇങ്ങനെ പാടാനുള്ള ഒരു കഴിവുണ്ട് അത് മനസ്സിലാക്കിയത്. പിന്നെ അതിനുശേഷം മ്യൂസിക് ടീച്ചർ എടുത്ത് പോയി ഞാൻ കുറച്ച് കർണാട്ടിക് സംഗീതം പഠിച്ചിട്ടുണ്ട്. കുറേ ഒന്നും പഠിച്ചിട്ടില്ല, കുറച്ചേ പഠിച്ചിട്ടുള്ളൂ. പിന്നെ ഒരു 6-7 മാസം. പിന്നെ അത് കഴിഞ്ഞിട്ട് കോവിഡ് വന്നപ്പോൾ അതങ്ങനെ നിന്നുപോയി. പിന്നെ അതിനുശേഷം പിന്നെ പോയിട്ടില്ല. ഇനിയും കണ്ടിന്യൂ ചെയ്യണം എന്നുള്ള ആഗ്രഹമുണ്ട്. ഈ പാട്ടൊക്കെ പാടാനായിട്ട് വേദിയിൽ നിൽക്കുമ്പോഴേ നമ്മളിങ്ങനെ ഈ പാട്ടിൽ അലിഞ്ഞു എന്നൊക്കെ പറയില്ലേ, എൻ്റെ ഒരു ആത്മാവ് പൂർണ്ണമായി ഇങ്ങനെ പാട്ടിനോട് ചേർന്നു, അങ്ങനെ അങ്ങ് ഹൃദയത്തോട് ചേർത്ത് വെച്ച് ഹൃദയം അതിൽ ലയിച്ച് പാടിയ പാട്ട് എന്ന നിലയിൽ ആസിന് ഓർമ്മിക്കുന്ന പാട്ട് എന്ന് പറയുന്നത് എല്ലാ പാട്ടുകളും നല്ലത് തന്നെയാണ്. പക്ഷെ എനിക്ക് ഒന്നുകൂടി പാടാൻ ഇഷ്ടം ഗസൽസ് ആണ്. ഞാൻ സ്റ്റേജിലധികം റഫ്ത എന്ന് പറഞ്ഞൊരു ഗസലാണ് പാടുന്നത്. അതെനിക്ക് ഭയങ്കര ഇഷ്ടം, പാടാൻ ഭയങ്കര ഇഷ്ടമുള്ളത്. रफ्ते रफ्ता वो मेरी हस्ती का सामा होगी, रफ्ते रफ्ता वो मेरी हस्ती का सामा होगी, पहले जा
जाने जाना हो गए, रफ्ता रफ्ता हस्ती का सामा हो गए. ഞാൻ ഈ മനോഹരമായി ഈ തണുത്ത കാറ്റിൽ ആ പാട്ടിലൂടെ ഇങ്ങനെ എല്ലാവരും പട്ടം പറന്നു പോയി. അതുപോലെ ഞാനിങ്ങനെ പറന്നുപോയി. അത്ര മനോഹരമായിട്ടാണ് ആ പാട്ട്. പിന്നെ ഈ അസിന് ആദ്യമായിട്ട് എന്റെ ശ്രദ്ധയിൽ വരുന്നത് ഈ NRCയുടെയോ ഒക്കെ മറ്റോ കാലത്ത് ഒരു സ്റ്റേജിൽ പാടിക്കൊണ്ടാണ്. അന്നേരം വരുമ്പോഴത്തേക്ക് ആ പാട്ടിന് കിട്ടിയ ഒരു സ്വീകാര്യതയും ഒരു പിന്തുണയൊക്കെ ഈ ഈ വളർച്ച, സ്വീകാര്യത, അല്ലെങ്കിൽ ഈ ഇൻസ്റ്റയിലും മില്യൺ കണക്കിന് ആളുകൾ ഫോളോ ചെയ്യുന്നതൊക്കെ ആസ്വദിക്കുകയാണോ ചെയ്തിട്ടുള്ളത്? ഇടയ്ക്ക് അമ്പരപ്പിച്ചിട്ടുണ്ട്. ഇങ്ങനെ എന്താ പടച്ചോനെ നടക്കുന്നത്? ഞാനിങ്ങനെ പാടിയപ്പോഴത്തേക്കും അങ്ങനെയൊക്കെ തോന്നുന്നു ഇടയ്ക്ക് ഇങ്ങനെ. ഞാൻ ഈ CA NRC സമരങ്ങളില് 2018 ഞാൻ 3-2 ക്ലാസ്സിലാ തോന്നുന്നു, 8 വയസ്സില് പഠിക്കുമ്പോഴാണ് ഞാൻ പാടിയത്. അന്ന് ഞാൻ ചെറുതല്ലേ, അപ്പൊ അന്ന് ഞാനൊരു പാട്രിയോട്ടിക് സോങ് പാടിയിട്ടാണ് വന്നിട്ടുണ്ടായിരുന്നത്. പിന്നെ അത് എല്ലാരും കയ്യിലെടുത്തു. അത് ഇതിന്റെ രാജ്യം എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പാട്ടാണ്. അപ്പൊ ആ പാട്ട് അന്ന് പാടി ഈ ആളുകളെ ഉരുത്തിരിപ്പിച്ച ആ പ്രകമ്പനം കൊള്ളിച്ച് ആ മനോഹരമായ പാട്ട്. ഇതിന്റെ രാജ്യം, ഇതിന്റെ മാതൃരാജ്യം, ഞാൻ പിറന്ന മണ്ണെനിക്ക് സ്വർഗരാജ്യം, മതേതരത്വ ചിന്തയാൽ ഉണർന്നിടുന്ന ഭാരതം, പെരുമയേറും പൈതൃകത്തിൻ നാടിതല്ലും ഭാരതം. ഈ ദേശ ഹമാരാ പ്യാരി സെ പ്യാരാ, ജാൻ ഹമാരാ, ആസാദി ആസാദി ആസാദി. അടിപൊളി. രാജ്യത്തിന്റെ, ദേശത്തിന്റെ ഒക്കെ ആ ഒരു എന്താ പറയുക, നമ്മുടെ ഒരു ദേശീയതയുടെ മനോഹരമായ ഒരു വികാരം സൃഷ്ടിക്കുന്ന വളരെ ഉജ്ജ്വലമായ പാട്ടുകളിലൊന്നാണ് ഈ പറയുന്ന പാട്ട്. പിന്നെ ഈ ശരിക്കും പറഞ്ഞാൽ ഇപ്പൊ ഇങ്ങനെ വെറുതെ ചെറിയ പ്രായത്തിൽ പാടി തുടങ്ങി, പാട്ടൊക്കെ കൊള്ളാന്ന് പറഞ്ഞു, ഇത്താത്തൊക്കെ പാടിയൊക്കെ ചെയ്യുന്നു. ശരിക്കും പറഞ്ഞാൽ നമ്മൾ ഈ ഏണിയിൽ കയറി, ഏണിയും പാമ്പ് കളി പോലെ ഈ ഏണിയിൽ കയറിയതുപോലൊരു മാറ്റം ഈ അസിന്റെ ഈ പാട്ടിന് അല്ലെങ്കിൽ ആ ശൈലിക്കൊക്കെ ഉണ്ടായതിനൊരു കാരണമായി തീർന്നതാണ് എന്ന് പറഞ്ഞാൽ ഒരു വലിയ ചേഞ്ച്. അങ്ങനെ പോന്നിരുന്ന ഒരു ട്രാക്കിൽ നിന്ന് മാറി ഇങ്ങനെ വീട്ടിലുമൊക്കെ ചെറുതായി പാടിയിരുന്ന ഒരു സ്ഥലത്തുനിന്ന് നമുക്കൊരു ബൂസ്റ്റ് കിട്ടാൻ വേണ്ടിയിട്ട് ഈ വിമാനം പോകുന്ന പോലെ ഒരു ടേക്ക് ഓഫ് കിട്ടൂലേ, അതേതായിരുന്നു പരിപാടി? അല്ലെങ്കിൽ ആരായിരുന്നു അതിനൊരു കാരണക്കാരൻ? അങ്ങനെയെന്ന് പറഞ്ഞു ഞാൻ 8ാം ക്ലാസ്സിൽ സ്റ്റേറ്റ് കലോത്സവത്തിൽ പോയിട്ടുണ്ടായിരുന്നു. അന്നൊരു മാപ്പിളപ്പാട്ട് പാടിയിരുന്നു ഗാന്ധിജിയെ കുറിച്ചിട്ട്. അപ്പൊ അതെന്ന് പറഞ്ഞാല് മാപ്പിളപ്പാട്ടിൽ ഇങ്ങനെ ബട്ടർ കിസ് അങ്ങനെയാണല്ലോ അധികം വന്നിട്ടുള്ളത്. അപ്പൊ ഗാന്ധിജിയെ അങ്ങനത്തെ ഒരു കണ്ടന്റ് ഇതായിട്ട് വരാത്തോണ്ട് ആ പാട്ടൊന്ന് ചെറുതായിട്ട് ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടായിരുന്നില്ല. അപ്പൊ അതില് ഒന്നുകൂടി അറിയപ്പെട്ടു. മഹാത്മാഗാന്ധിയെ കുറിച്ച് മാപ്പിളപ്പാട്ടോ? അതെ. നിങ്ങൾ കേട്ടിട്ടുണ്ടോ? ഇന്ത്യയുടെ രാഷ്ട്രപിതാവായ ഗാന്ധിജിയെ കുറിച്ചൊരു മാപ്പിളപ്പാട്ട് പാടിയ കുട്ടിയാണ് ഈ നിൽക്കുന്ന കുട്ടി. ചെറിയ കുട്ടിയല്ല, ഈ മലപ്പുറത്തെ വെള്ളിലെ കുട്ടി. ഒന്ന് പാടിയ ഗാന്ധിയെ കുറിച്ച് പാടിയത്. महमदियोर नामे नेदा तीशंदे सुंदर ताजा मशहूरा पूर्वेश भीषुम कसूरा महात्मा बहुस्वर दहसन कहन वगाश बदल बिद फ्रीडम यवर कदम दिशा बलद पुलबडी वोत उदिपद देश उदिकयुम मद कोदिकयुम समय विदिकयुम ഗാന്ധിജി ഇന്ത്യൻ മനുകൾക്കായി മതതൊത്ത് ഒലഭാഗം കുറിച്ചിട്ട സ്വാതന്ത്ര്യം കാത്ത് ബാപ്പുജി ശുഹുറുത്ത ശരഫുടേടെ പെടലുതിപ്പോ സുഖം കൊണ്ടാംഗ്ലോ നരവിട കൊടുക്കിതപ്പോ സഭും നമ്മെ ജനം മതിപ്പതിനുടെ മുടുക്കും മുടുക്കതോർ കണ്ട കുതി പെരുകിന്റെ രാഷ്ട്രപിതാവതപോ. ഗാന്ധിജി ജീവിച്ചിരുന്നതെങ്കിൽ ഈ പാട്ട് കേട്ട് ശരിക്കും അത്ഭുതപ്പെട്ടിട്ട് അസിനെ വന്നേക്ക് പറഞ്ഞു, ഇതെന്തോ ഈ പാടിയത്. അസിൻ ഇതുവരെ എത്ര വിദേശ രാജ്യങ്ങളിൽ അല്ലെങ്കിൽ അങ്ങനെ പോയിട്ടുണ്ട്? എവിടെയൊക്കെ പോയിട്ടുണ്ട്? ഏറ്റവും കൂടുതൽ പോയിട്ടുള്ളത് ഇവിടെ? ദുബൈയിലാണ്. അതെ, ഞാൻ പെരുന്നാൾ പ്രോഗ്രാമിനാണ് ഫസ്റ്റ് ആയിട്ട് ഇവിടെ വന്നിട്ടുള്ളത്. അത് ഷെഫീൽ കണ്ണൂർ പറഞ്ഞ ആളുടെ പ്രോഗ്രാമിനായിട്ടാണ് വന്നിട്ടുള്ളത്. അന്നൊരു 6 സ്റ്റേജ് ഉണ്ടായിരുന്നു പെരുന്നാളിന്റെ പ്രോഗ്രാമായിട്ട്. അതിനുശേഷം പിന്നെ ജുബൈയിൽ വന്നിട്ടുണ്ടായിരുന്നു. അവിടെ 4 പരിപാടി ഉണ്ടായിരുന്നു.
അതിനുശേഷം പിന്നെ ഈ നാഷണൽ ഡേയുടെ പ്രോഗ്രാം വന്നിട്ടുണ്ടായിരുന്നു, 5 പരിപാടി. ഖത്തറിൽ വന്നിട്ടുണ്ടായിരുന്നു. അതിനുശേഷം അവിടെ ഈ സെലിബ്രിറ്റി സ്റ്റാറ്റസ് ഒക്കെ എൻജോയ് ചെയ്യാറുണ്ട്. അതായത് ഈ കൂട്ടുകാരികളുടെ ഇടയ്ക്കും സ്കൂളിലും ഒക്കെ ഒരു ഗമയൊക്കെ ഞാനൊരു പാട്ടുകാരിയാണ്, ഞാനിപ്പോ താണ്ട UAE പോയിട്ട് വന്നതേ ഉള്ളൂ, അടുത്ത പെരുന്നാളിൽ. അങ്ങനൊന്നുമില്ല, അങ്ങനൊന്നും ചെയ്യാറില്ല. ഇനിയിപ്പോ ഒരു ഫ്യൂച്ചർ വിഷൻ അല്ലെങ്കിൽ ഇനി മുന്നോട്ട് സഞ്ചരിക്കുമ്പോൾ എന്താണ് ഇൻഷാ അല്ലാഹ് ആസിന്റെ മനസ്സിലുള്ളത്? അതായത് ഇപ്പോൾ 8ാം ക്ലാസ്സിൽ അല്ല 9ാം ക്ലാസ്സിലാണ് ഇപ്പോൾ പഠിക്കുന്നത്. ഇനി മുന്നോട്ട് സഞ്ചരിക്കണം, ഒരുപാട് ദൂരം മുന്നോട്ട് പോകേണ്ടതുണ്ട്. അപ്പൊ എന്താണ് മനസ്സിലെ ഒരു ആഗ്രഹം അല്ലെങ്കിൽ ഒരു പ്ലാൻ എന്താണ്? ഒരുപാട് പാട്ടുകളൊക്കെ പാടണം, പ്രേക്ഷകരെല്ലാവരും സപ്പോർട്ട് ചെയ്യണം. അത് ഈ പ്രേക്ഷകരെല്ലാവരും ഇനിയും സപ്പോർട്ട് ചെയ്യണം എന്നുള്ളത് ഈ പണ്ട് മുതലേ ഇങ്ങനെ TV പ്രോഗ്രാമിനകത്ത് പറഞ്ഞ് പഠിച്ചു പോയതാണ്. സപ്പോർട്ട് ചെയ്യണ്ട, അതെ എന്നാ പിന്നെ അങ്ങനെ ആയിക്കോട്ടെ. പിന്നെന്ന് പറഞ്ഞാല് പഠിത്തത്തിന്റെ കൂടെ പാട്ടും കൊണ്ടുപോകണം എന്നാണ് എന്റെ ഒരു ആഗ്രഹമുള്ളത്. ഇതിന് പ്രത്യേകിച്ച് എന്തെങ്കിലും നമ്മൾ സാറ് പറയല്ലോ എന്തോ ഈ സംഗതി നിലനിർത്താൻ വേണ്ടി എന്തെങ്കിലും ചെയ്യാറുണ്ടോ ഈ പാട്ടിൽ, എന്തെങ്കിലും ശീലങ്ങളിൽ? അങ്ങനെ കുറെ സംഭവങ്ങളുണ്ട്, പക്ഷെ ഞാനൊന്നും ചെയ്യാറില്ല. ഞാനത് ഒന്നും ചെയ്യാറില്ല. ഇപ്പൊ അടുത്ത് നെയ്യുള്ള ബിരിയാണി കഴിച്ചിട്ട് നിൽക്കുക, അങ്ങനെ കുറെ ഉണ്ട്, ചെയ്യണം എന്നൊക്കെ ഉണ്ട്. ബിരിയാണി മാത്രമേ കഴിക്കുള്ളൂ? എനിക്ക് ഫേവറേറ്റ് ഫുഡ് എന്ന് പറയുന്നത് ബിരിയാണിയാണ്. അതിപ്പോ ഞാന് ഉമ്മ ബിരിയാണി വെക്കുമ്പോഴത്തേക്കും 2 ദിവസത്തിനൊക്കെ ഉണ്ടാക്കി വെക്കും. 2 ദിവസം കഴിക്കും? അത് ഞാനും കണ്ടോണ്ടിരിക്കും. അപ്പോ പ്രിയപ്പെട്ട മകളാണ് അസിൻ വെള്ളില. ഈ 9ാം ക്ലാസ് കഴിഞ്ഞു വളരെ ആത്മവിശ്വാസത്തോടെ, അതിനേക്കാൾ ഉപരി വളരെ നിഷ്കളങ്കമായ, എന്റെ കൂട്ടത്തെ ഒരുമാതിരി ഒരു കൊലച്ചിരിയൊന്നുമല്ല, വളരെ നിഷ്കളങ്കമായ ചിരിയോടുകൂടി കലയെ സ്നേഹിച്ച്, അതുപോലെ നല്ല ഉപ്പയുടെയും ഉമ്മയുടെയും ഒക്കെ മകളായി, ഒരു നാടിന്റെ നല്ല വാഗ്ദാനമായി നാളുകളിൽ ആ നാടും അതുപോലെ തന്നെ സമൂഹവും മനുഷ്യർ ആകെയും ഈ വളരെ ഹൃദ്യമായ സംഗീതത്തിന്റെ സന്തോഷത്തിന്റെ ഒരു മനോഹരിയായ മാലാഖയായി വളർന്നു വരട്ടെ എന്ന് ആശംസിക്കുന്നു. ജീവിതത്തിന്റെ പടവുകളൊക്കെയും ഈ പറഞ്ഞതുപോലെ സംഗീതത്തെയും ബാക്കിയുള്ള കാര്യങ്ങളെയും ഒക്കെ സൂക്ഷിക്കുന്നത് പോലെ, ആദ്യം പറഞ്ഞതുപോലെ വസ്ത്രധാരണവും അതെല്ലാം അടക്കം വളരെ ചിട്ടയായി ശ്രദ്ധിച്ച് അക്കാര്യത്തിലൊക്കെ വളരെ സൂക്ഷ്മത പുലർത്തുന്ന പ്രിയപ്പെട്ട മകളായി തന്നെ എന്നും എൻ്റെ മകൾ വളർന്നു വരട്ടെ എന്ന് ആത്മാർത്ഥമായി ആശംസിക്കുന്നു.